വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, അങ്ങനെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാന പ്രഖ്യാപനങ്ങളും വിജയ് ഇന്ന് നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിജയ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി അധികാരമേറ്റോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ചെന്നൈ നെഹ്റു സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഒരു ചരിത്ര നിമിഷത്തിനാണ്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് ടി.വി.കെയുടെ അധ്യക്ഷൻ കന്നി അംഗത്തിനിറങ്ങി വൻ വിജയത്തോടുകൂടി വിജയ് തമിഴ്നാടിന്റെ ഭരണചക്രം തിരിക്കാൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുകയാണ്. നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം വിജയ്ക്ക് ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം നിരവധി പേരാണ് ഈ ചടങ്ങിൽ സാക്ഷികളാകാൻ എത്തിയത്. രാവിലെ മുതൽ തന്നെ ഈ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് നിരവധി പ്രവർത്തകരും അതുപോലെ തന്നെ ഈ വിജയുമായി ബന്ധപ്പെട്ട് ഉള്ളവരും തൃശ്ശയടക്കമുള്ള സിനിമാ താരങ്ങളുമൊക്കെ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി കൂടി എത്തിയത്. രാഹുൽ ഗാന്ധി വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നാലെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നാലെ 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായതിന് പിന്നാലെ തന്നെ സെന്റ് ജോർജ് കോട്ട, അതാണ് ഈ തമിഴ്നാട് സർക്കാരിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈയിൽ, അവിടെ എത്തി വിജയ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിലെത്തി വിജയെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്. അതിനുശേഷം ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വിജയ് ഇരിക്കുകയും ചെയ്തു. ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതിനു പിന്നാലെ പ്രധാനപ്പെട്ട 3 ഉത്തരവുകളിൽ വിജയ് ഒപ്പിടുകയും ചെയ്തു. അതൊന്ന്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ക്വാഡ്, ലഹരി ഈ വർധന അല്ലെങ്കിൽ ലഹരി ഉപയോഗവും ലഹരിയുടെ ഈ വ്യാപനവും ഒക്കെ തടയുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ക്വാഡ്, അതുപോലെ തന്നെ അവരുടെ ഈ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം സൗജന്യ വൈദ്യുതിയാണ്. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്ന ആ ഒരു ഉത്തരവിൽ കൂടി വിജയ് ഒപ്പിടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വിജയ് തന്റെ നിലപാടും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു പുതിയ യുഗത്തിന് തുടക്കമാണ്. അഴിമതിയില്ലാത്ത സർക്കാരാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ആരെയും തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ല. ഇനി തന്റെ കൂട്ടത്തിൽ ആരെങ്കിലും അത്തരത്തിൽ ആ ഒരു ലക്ഷ്യത്തോടെ വരുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അതെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്കൂ. ഇതൊരു പുതിയ സർക്കാരാണ് വരുന്നത്. ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കില്ല. കഴിഞ്ഞ സർക്കാരുകളെ പോലെ പല അധികാര കേന്ദ്രങ്ങൾ ഈ സർക്കാരിൽ ഉണ്ടാകില്ല. ഒരു അധികാര കേന്ദ്രം മാത്രമായിരിക്കും ഉണ്ടാവുക. എല്ലാവരുടെയും വിശപ്പറിയുന്ന ഒരാളാണ് ഞാൻ. താനും ഒരു സാധാരണക്കാരനാണ്. അതിൽ കണ്ടുകൊണ്ട് മതേതരത്വത്തെ ഉറപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ സാമൂഹിക നീതി ഉറപ്പാക്കിക്കൊണ്ടുള്ള ഭരണമായിരിക്കും നടപ്പാക്കുക എന്നുകൂടി വിജയ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വ്യക്തമാക്കുകയും ചെയ്തു. നമുക്കറിയാവുന്ന പോലെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. CPI-യുടെയും സംസ്ഥാന നേതൃത്വവും ഈ ചടങ്ങിന് സാക്ഷിയായി. രാഹുൽ ഗാന്ധിയെ സഹോദരൻ എന്ന് വിളിച്ചുകൊണ്ടാണ് വിജയ് നന്ദി രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ MA ബേബി അടക്കം CPI-ന്റെ ദേശീയ നേതൃത്വത്തിനടക്കം വിജയ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും 108 MLA-മാരുമായാണ് വിജയ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയത്. അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ടെസ്റ്റുകളൊക്കെ സംഭവിച്ചതും VC-ക്ക് ഒടുവിൽ പിന്തുണ നൽകിയതും മുസ്ലിം ലീഗും ഒരു MLA പിന്തുണ നൽകിയതോടുകൂടി 120 പേരുടെ പിന്തുണയോടുകൂടി വിജയ് അധികാരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ശരി, എന്തായാലും അങ്ങനെ മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതോടൊപ്പം തന്നെ 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആയിരങ്ങളാണ് ഈ ചടങ്ങിന് സാക്ഷികളായത്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ പുതുയുഗത്തിന് തുടക്കമായെന്ന് മുഖ്യമന്ത്രി വിജയ്. മതേതരത്വവും സാമൂഹിക നീതിയും ഉറപ്പാക്കും. താൻ തെറ്റ് ചെയ്യില്ല, തെറ്റ് ചെയ്യുന്നവരെ വെറുതെ വിടില്ല. സർക്കാരിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകില്ലെന്നും വിജയ് പറഞ്ഞു.
ஒரு டிரான்ஸ்பரண்டான ஒரு கவர்மெண்ட்டா, அதாவது இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இந்த நிலைமையில தான் இருக்கு அப்படின்றத உங்ககிட்ட சொல்லிட்டு ஐ ஜஸ்ட் வாண்ட் டு டேக் இட் ஃபார்வர்ட் ஃப்ரம் தேர். என்ன அவமானப்படுத்துறவங்களாகவே இருந்தாலும், என்னை கஷ்டப்படுத்துனவங்களாகவே இருந்தாலும், அவங்களும் என் மக்கள் தானே. நண்பர்களாக இருந்தாலும் எதிரிகளாக இருந்தாலும் 8 கோடி மக்களும் என் மக்கள் தானே. நான் முன்னாடியே சொன்ன மாதிரி மக்கள் பணத்திலிருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்லை. அது உங்களுக்கு நல்லாவே தெரியும். இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். சப்போஸ் யாருக்காவது அப்படி ஒரு எண்ணம் மனசுல இருந்துச்சுன்னா, நம்ம ஜெயிச்சிட்டோம், ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிருங்க. இங்க ஒரே சென்டர் தான், என் தலைமையில் உண்டான சென்டர். பெண்கள், இளைஞர்கள், விவசாயிகள், அரசு ஊழியர்கள், ஆசிரியர்கள், உழைக்கிற மக்கள், மீனவர்கள் எல்லாருமே நம்ம டிவிக்கு அரசுல நல்லா இருப்போம், நல்லா இருப்போம், நல்லா இருப்போம். மை டியர் வர்ச்சுவல் வாரியர்ஸ், உங்கள் அனைவருக்கும் கோடான கோடி நன்றிகள். This is a new beginning, a new era of a real secular social justice starts now. മുഖ്യമന്ത്രിയായ അധികാരമേറ്റതിന് പിന്നാലെ 3 ഉത്തരവുകളിൽ ഒപ്പുവെച്ച വിജയ് സ്ത്രീ സുരക്ഷയ്ക്കും ലഹരിക്കുമെതിരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി വിതരണം ചെയ്യും എന്നീ പദ്ധതികളാണ് വിജയ് ഒപ്പുവെച്ചത്. അധികാരമേറ്റതിനു ശേഷമുള്ള വിജയുടെ ആദ്യ പ്രഖ്യാപനവും പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കും ലഹരിക്കുമെതിരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്നും 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി വിതരണം ചെയ്യും എന്നീ പദ്ധതികളിലാണ് വിജയ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായി ഒപ്പുവെച്ച പദ്ധതികൾ എന്ന് പറയുന്നത്.